നമ്മുടെ അവസ്ഥയല്ലേ ഇത്? ഓ ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ വേണ്ടെന്നു. എത്ര മനോഹരമായിട്ട് എഴുതി വെച്ചേക്കുന്നത് നമ്മുടെ അനുഭവമല്ലേ ഇത്? ഇത്രയധികമായി നിറച്ചു തന്ന ആ കർത്താവിന്റെ സ്നേഹം വേണ്ടുന്നതെല്ലാം ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോ കൈനീട്ടി നിന്നു ഞാൻ പല. വേണ്ടെന്നു കാതിൽ വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്നും വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്നും. അങ്ങനെയെങ്കിൽ ചേർന്ന് ഒരുമിച്ച് സന്തോഷത്തോടെ ഇരു കരങ്ങളുടെ സ്വർഗത്തിലേക്ക് ചേർന്ന് ആരാധന ആരാധന ഓ ആരാധന ആരാധന. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തും സകലനാവും ചേർന്ന് ഒരുമിച്ച് നമ്മുടെ ഇമ്മാനുവേലിന് നന്ദി കരേറ്റാം. ഒന്നിനും കരഞ്ഞു കൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞുപോയി. കരഞ്ഞു കൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞുപോയി. നോക്കുമ്പോഴാകും തലോടലുമായി നാഥൻ ചാരയുണ്ട്. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോഴാകും തലോടലുമായി നാഥൻ ചാരയുണ്ട്. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോഴാകും തലോടലുമായി നാഥൻ ചാരയുണ്ട്. ഞെട്ടിയുണർന്നു നോക്കുമ്പോൾ താങ്ങും നാഥൻ ചാരയുണ്ട്. എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? ബൈബിൾ നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഹന്ന ബൈബിളിലെ ഏറ്റവും വിശ്വാസമുള്ളത്, കർത്താവിനെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചൊരു സ്ത്രീയാണ്. തൻ്റെ ജീവിതത്തിൽ അനേക നാളുകൾ പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാതെ വന്നപ്പോൾ എന്നിട്ടും പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ കളിയാക്കലിന്റെ നടുവിലും കർത്താവിനോട് പ്രാർത്ഥിച്ച് നാം കാണുവാൻ സാധിക്കും. ഇന്ന് ഞാനൊന്ന് പറയാം, നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി കുറച്ച് താമസിച്ചെങ്കിലും നല്ലൊരു മറുപടി, നിങ്ങൾ പ്രതീക്ഷിച്ചതിനപ്പുറത്ത്, ഹല്ലേലൂയ, നിങ്ങൾ ചിന്തിച്ചതിനൊക്കെ അപ്പുറത്ത് ഒരു നല്ലൊരു മറുപടി കർത്താവ് തരുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. ഹന്നായുടെ പ്രാർത്ഥന കർത്താവ് കേട്ട് ഒരു സമൂവേൽ ബാലനെ നൽകിയെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോടൊന്ന് പറയാം, നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി മുടങ്ങിപ്പോയതല്ല. ഹല്ലേലൂയ. അന്ന് കർത്താവ് ഒരു അവധി വെച്ചതാണ്. ഹല്ലേലൂയ. മടിപ്പ് കൂടാതെ കർത്തൃസന്നിധിയിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച, മടി കൂടാതെ, ഹല്ലേലൂയ, വിശ്വാസത്തോടുള്ള പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലായിത്തീരും. പാട്ടുകാരനോട് ചേർന്ന് എത്രയോ നാളുകൾ നമുക്ക് കരഞ്ഞുറങ്ങിയ സമയങ്ങളുണ്ട്. ഹല്ലേലൂയ. ആരും കാണാതെ കട്ടിൽ കിടന്ന് കരഞ്ഞ സമയങ്ങളുണ്ട്. പക്ഷേ ഒന്ന് പറയാം, നമ്മൾ കണ്ണ് തുറക്കുന്നതിന് മുൻപ്, ഹല്ലേലൂയ,
നമുക്ക് വേണ്ടി കരുതിയ ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ആ കർത്താവിന്റെ സാന്നിധ്യമാണ് ഈ പകൽക്കാലം ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുള്ളത്. ഹല്ലേലൂയ. ഓ കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞു പോയി. ഞെട്ടി ഉണർന്നു ഞാൻ നോക്കുമ്പോൾ താങ്ങും തലോടലുമായി നാഥൻ ചാരയുണ്ട്. ഒന്ന് പാടാമോ? ഞെട്ടിയും വിശ്വാസത്തോടൊന്ന് പറഞ്ഞ ഇതൊന്ന് പാടിയ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലാണ്. തലോടലുമായി നാഥൻ. കരങ്ങളെ ഒന്ന് സ്വർഗത്തിലേക്ക്. ഓ ആരാധന ആരാധന ഹേ ആരാധന ആരാധന. ഒന്ന് പറയാമോ? ഒന്നിനും കുറവില്ലാതെ ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദിയാൽ നന്ദിയാൽ നിറയുന്നു എന്നന്തരം. സന്തോഷത്തോടെ മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം. മനമേ നടത്തിയ ഒന്നിനും കുറവില്ലാതെ ഒന്നിനും കുറവില്ലാതെ. ഒന്ന് പറയാമോ കർത്താവിനോട്? എന്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നിനും മുട്ടില്ലാതെ അങ്ങനെ നടത്തിയ വിധങ്ങൾ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി കരേറ്റുമെന്ന്. ഇമ്മാനുവേലേ അങ്ങേ ഓ ഒന്നിനും കുറവില്ലാതെ ഇമ്മാനുവേലേ. അതങ്ങൾ തുറന്നൊരു പ്രാവശ്യം കൂടി ഒന്നിനും കുറവില്ലാതെ ശബ്ദമുയരട്ടെ. ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ശരിയല്ലേ?